Good morning. So today we are going to start with a new topic, Amdahl's law. അപ്പോൾ ആംഡാൾസ് ലോ നമ്മൾ ഒരു ബേസിക് ഇതിൽ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആംഡാൾസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സിംഗിൾ പ്രോസസ്സറിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രോഗ്രാം. അപ്പോൾ ആ പ്രോഗ്രാമിന് നമ്മൾ മൾട്ടിപ്പിൾ പ്രോസസ്സറുള്ള അല്ലെങ്കിൽ സിസ്റ്റത്തിന് നമ്മൾ എൻഹാൻസ് ചെയ്ത് മൾട്ടിപ്പിൾ പ്രോസസ്സറുള്ള സിസ്റ്റമാക്കി. എന്നിട്ട് ആ പ്രോഗ്രാമിനെ ആ മൾട്ടിപ്പിൾ പ്രോസസ്സറുള്ള സിസ്റ്റത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ആ പ്രോഗ്രാം എത്ര സ്പീഡിൽ എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു കണക്കാണ്, അതിൻ്റെ ഒരു കാൽക്കുലേഷനാണ് ഈ ആംഡാൾസ് ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്തുമാത്രം പെർഫോമൻസ് ആ പ്രോഗ്രാമിന് വന്നു വെൻ ദാറ്റ് പ്രോഗ്രാം ഈസ് ബീങ് ഇംപ്ലിമെൻറ്റഡ് ഇൻ പാരലൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ പാരലൽ പ്രോസസ്സർ കമ്പ്യൂട്ടർ. മൾട്ടിപ്പിൾ പ്രോസസ്സറുള്ള കമ്പ്യൂട്ടേഴ്സിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തപ്പോൾ എന്ത് വ്യത്യാസമാണ് അത് വന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു സ്റ്റഡിയാണ് ഈ ആംഡാൾസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇപ്പോൾ പലർക്കും അതിൻ്റെ കോൺസെപ്റ്റ് പിടികിട്ടിയിട്ടില്ല. അപ്പം ബേസിക് പിടികിട്ടാറില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ബേസിക് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അതാണ്. അതായത് സീക്വൻഷ്യലായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു സിംഗിൾ പ്രോസസ്സറിൽ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാം. ഓക്കെ, ആ പ്രോഗ്രാമിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു എൻഹാൻസ് ചെയ്ത ഒരു സിസ്റ്റത്തിലോട്ട് നമ്മൾ എടുക്കുന്നു. എൻഹാൻസ് ചെയ്ത സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രോസസ്സർ നമ്മൾ മൾട്ടിപ്പിൾ പ്രോസസ്സറുള്ള ഒരു സിസ്റ്റത്തിലോട്ട് എടുക്കുന്നു. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ സ്പീഡ് എന്തുമാത്രം ഇൻക്രീസ് ചെയ്തു, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ അതിൻ്റെ എഫിഷ്യൻസി മാറി എന്നുള്ളത്. ഓക്കെ, എന്തുമാത്രം സ്പീഡിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടി എന്നുള്ളതിൻ്റെ ഒരു ബേസിക് തിയററ്റിക്കൽ എക്സ്പ്ലനേഷനാണ് ഈ ആംഡാൾസ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആംഡാൾസ് ലോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് വി ഷുഡ് സ്റ്റഡി സർട്ടൺ കീവേഡ്സ്. അപ്പോൾ അതിന് മുമ്പായിട്ട്, കീവേഡ്സ് സ്റ്റഡി ചെയ്യുന്നതിന് മുമ്പായിട്ട് വി ആർ ആക്ച്വലി സ്റ്റാർട്ടിങ് വിത്ത് ദ ബേസിക്സ് ഓഫ് പെർഫോമൻസ് ഇവാലുവേഷൻ. കമ്പ്യൂട്ടറിൻ്റെ പെർഫോമൻസ് നമുക്ക് എങ്ങനെ അളക്കാമെന്നുള്ളതാണ്. Basics of performance evaluation. First one is a sequential algorithm. A sequential algorithm is evaluated in terms of its execution time, which is expressed as the function of input size. അപ്പോൾ നമ്മൾ ഒരു സീക്വൻസ് ആയിട്ട് വൺ ആഫ്റ്റർ അനദർ ലൈൻ ബൈ ലൈൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ലൈൻ ബൈ ലൈൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു അൽഗോറിതം അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിന് നമ്മൾ എങ്ങനെ അളക്കും എന്നുള്ളതാണ്. അതിൻ്റെ എക്സിക്യൂഷൻ ടൈം എന്ന് പറയുന്നത് അതിൻ്റെ ഇൻപുട്ട് സൈസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, അതാണ് ഈ പറയുന്നത്. സീക്വൻഷ്യൽ അൽഗോറിതം ഈസ് ഇവാലുവേറ്റ്. അതങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നത് ഇൻ ടേംസ് ഓഫ് ദ എക്സിക്യൂഷൻ ടൈം വെച്ചിട്ടാണ് നമ്മളത് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ഇവാലുവേഷൻ സ്പീഡ് അല്ലെങ്കിൽ അതിൻ്റെ ഇവാലുവേഷൻ ടൈം എന്ന് പറയുന്നത് എന്താണ്? ഈസ് എക്സ്പ്രസ്ഡ് ആസ് ദ ഫങ്ഷൻ ഓഫ് ഇറ്റ്സ് ഇൻപുട്ട് സൈസ്. നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന അതിൻ്റെ സൈസിനെ ബേസ് ചെയ്തായിരിക്കും അതിൻ്റെ എക്സിക്യൂഷൻ ടൈം വേരി ചെയ്യുന്നത്. പക്ഷേ പാരലായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു അൽഗോറിതം, പാരലൽ പ്രോസസ്സറിൽ വർക്ക് ചെയ്യുന്ന ഒരു പാരലൽ അൽഗോറിതം എങ്ങനെയാണ്? അതിൻ്റെ എക്സിക്യൂഷൻ ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സിക്യൂഷൻ ടൈം ഡിപ്പെൻഡ്സ് നോട്ട് ഓൺലി ഓൺ ദ ഇൻപുട്ട് സൈസ് ബട്ട് ഓൾസോ ഓൺ ദ ഫാക്ടേഴ്സ് സച്ച് എസ് പാരലൽ ആർക്കിടെക്ചർ ആൻഡ് നമ്പർ ഓഫ് പ്രോസസ്സേഴ്സ്. ഓക്കെ, പാരലൽ അൽഗോറിതത്തിൽ എക്സിക്യൂഷൻ ടൈം എന്ന് പറയുന്നത് ഇൻപുട്ട് സൈസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തല്ല, പിന്നെ വേറെ എന്തൊക്കെയാണ്? നമ്പർ ഓഫ് പ്രോസസ്സേഴ്സ്, നമുക്ക് സിസ്റ്റത്തിൽ എത്ര പ്രോസസ്സേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ പാരലൽ ആർക്കിടെക്ചർ എന്താണ്, ആ പ്രോഗ്രാമിൻ്റെ അൽഗോറിതത്തിൻ്റെ പാരലായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ആർക്കിടെക്ചർ എന്താണ്, അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, നമുക്കിവിടെ മെയിൻ ഒരു കൺസിഡറേഷൻ എന്ന് പറയുന്നത് ഈ പ്രോസസ്സറിൻ്റെ എണ്ണമാണ്. പ്രോസസ്സറിൻ്റെ എണ്ണം വെച്ചിട്ടാണ് നമ്മളത് ആക്ച്വലി പറയുന്നത്. ഓക്കെ, അപ്പം ഈ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ടത്. സീക്വൻഷ്യൽ അൽഗോറിതം ലൈൻ ബൈ ലൈനായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു അൽഗോറിതത്തിൻ്റെ എക്സിക്യൂഷൻ ടൈം നമ്മൾ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? എക്സിക്യൂഷൻ ടൈം ഈസ് ഡിപ്പെൻഡിങ് ഓൺ ദ സൈസ് ഓഫ് ദ ഇൻപുട്ടിൻ്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. പക്ഷേ ഒരു പാരലൽ പ്രോസസ്സറിൽ വർക്ക് ചെയ്യുന്ന ഒരു അൽഗോറിതത്തിൻ്റെ എക്സിക്യൂഷൻ ടൈം എങ്ങനെയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്? നോട്ട് ഓൺലി ഓൺ ദ സൈസ്, ഇൻപുട്ട് സൈസിനെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമല്ല, ഓൾസോ ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് പ്രോസസ്സേഴ്സ് and also due to parallel architecture, also on the parallel architecture. Parallel architecture എന്താണ്, അതിനെ ബേസ് ചെയ്തും ഇത് ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്, നമ്മൾ ഇത് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ, പാരലൽ ആർക്കിടെക്ചർ ആൻഡ് നമ്പർ ഓഫ് പ്രോസസ്സേഴ്സ്. ക്ലിയർ? ഇനിയാണ് നമ്മൾ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറേ കീവേഡ്സ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, കീവേഡ്സ് എന്ന് പറയാൻ പറ്റില്ല, നമുക്കൊരു പെർഫോമൻസ് ഇവാലുവേഷൻ മെട്രിക് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, പെർഫോമൻസ് മെട്രിക്സ്, നമുക്ക് പെർഫോമൻസ് അളക്കുന്ന ചില യൂണിറ്റുകളായിട്ട് നമുക്ക് തന്നെ പറയാം. ഓക്കെ, അപ്പോൾ എന്താണ് ആ പെർഫോമൻസ് മെട്രിക്സ് എന്ന് പറയുന്നത്? പാരലൽ റൺ ടൈം എന്താണെന്ന് അറിയണം, സ്പീഡ് അപ്പ് എന്താണെന്ന് അറിയണം, എഫിഷ്യൻസി എന്താണെന്ന് അറിയാം. ഓക്കെ, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പാരലൽ റൺ ടൈം അല്ലെങ്കിൽ വെറും റൺ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ടൈം റിക്വയർഡ് ടു റൺ
run program on a n processor parallel computer. അതായത് n പ്രോസസ്സറുള്ള ഒരു കമ്പ്യൂട്ടറിൽ ഒരു പ്രോഗ്രാം റൺ ചെയ്യാൻ എടുക്കുന്ന ടൈം, ദാറ്റ് ഈസ് നോൺ as എന്താണ്, പാരലൽ റൺ ടൈം. ഓക്കെ, ദാറ്റ് ഈസ് റെപ്രസെൻറ്റഡ് as T of n. ഈ n സ്റ്റാൻഡ്സ് ഫോർ ദ നമ്പർ ഓഫ് പ്രോസസ്സർ. ഓക്കെ, അപ്പോൾ നമുക്കൊരു 5 പ്രോസസ്സർ ഉണ്ടെങ്കിൽ നമുക്ക് T(5) എന്ന് വിളിക്കാം. T(5) എന്ന് പറഞ്ഞാൽ ഈ 5 പ്രോസസ്സറിൽ വെച്ചിട്ട് ഈ പ്രോഗ്രാം എത്ര ടൈം എടുത്തു എന്ന് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ പാരലൽ റൺ ടൈം ഈസ് ദ ടൈം റിക്വയർഡ് ടു റൺ ദ പ്രോഗ്രാം ഓൺ എ n പ്രോസസ്സർ പാരലൽ കമ്പ്യൂട്ടർ. n പ്രോസസ്സർ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, n പ്രോസസ്സർ എന്ന് പറയുമ്പോൾ പാരലൽ കമ്പ്യൂട്ടർ ആയിരിക്കുമല്ലോ അത്, n പ്രോസസ്സർ കമ്പ്യൂട്ടർ. ഓക്കെ, അപ്പോൾ ഈ n എന്ന് പറയുന്നത് n=1 ആണെങ്കിൽ അതെന്ന് പറഞ്ഞാൽ ഒരു സീക്വൻഷ്യൽ റൺ ടൈമാണ്. അതായത് സിംഗിൾ പ്രോസസ്സർ കമ്പ്യൂട്ടറാണ്, അതിന് പാരലൽ എക്സിക്യൂഷൻ ഇല്ല, അതൊരു സീക്വൻഷ്യൽ എക്സിക്യൂഷൻ ആയിരിക്കും. ഓക്കെ, സീക്വൻഷ്യൽ റൺ ടൈം ഓഫ് ദ പ്രോഗ്രാം ഓൺ എ സിംഗിൾ പ്രോസസ്സറാണത്. എപ്പോഴാണ് n=1. n=1 അതായത് T(1) എന്ന് പറയുന്നത് സീക്വൻഷ്യൽ എക്സിക്യൂഷൻ ടൈമാണ്. സീക്വൻഷ്യൽ എക്സിക്യൂഷൻ ടൈം ഓൺ എ സിംഗിൾ പ്രോസസ്സറാണ്, അല്ലേ? n=1 എന്ന് പറഞ്ഞാൽ സിംഗിൾ പ്രോസസ്സറേ ഉള്ളൂ, അപ്പോൾ അവിടെ സീക്വൻഷ്യലായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ T(1) എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സീക്വൻഷ്യൽ എക്സിക്യൂഷൻ ടൈമാണ്. ഓക്കെ, ദാറ്റ് ഈസ് നോൺ as the റൺ ടൈം. Next is speed up. Very important factor is speed up. Speed up is defined as the ratio of the time taken to run a program on a single processor to the time taken to run the program on a parallel computer with identical processors. അതാണ് നമ്മുടെ സ്പീഡ് അപ്പ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് അപ്പ് ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് SFN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രോസസ്സർ കൊണ്ട് ഒരു ആപ്ലിക്കേഷൻ്റെ കാര്യമാണ് പറയുന്നത്. ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഒരു പ്രോസസ്സർ, ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ഒരു സിംഗിൾ പ്രോസസ്സറിൽ വർക്ക് ചെയ്യുന്ന ടൈം ആദ്യം നമ്മൾ കമ്പ്യൂട്ട് ചെയ്യും. ഓക്കെ, ദാറ്റ് ഡിവൈഡഡ് ബൈ n പ്രോസസ്സറിൽ വർക്ക് ചെയ്യുന്ന ടൈം നമ്മൾ കമ്പ്യൂട്ട് ചെയ്യും. ദാറ്റ് ഈസ് ദ സ്പീഡ് അപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ T(1) എന്ന് പറയുന്നത് സിംഗിൾ പ്രോസസ്സറിൽ വർക്ക് ചെയ്യുന്ന എക്സിക്യൂഷൻ ടൈം. T(n) എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ പ്രോസസ്സറിൽ റൺ ചെയ്ത എക്സിക്യൂഷൻ ടൈം, അതാണ് T(n). ഓക്കെ, അതാണ് പറയുന്നത് റേഷ്യോ ഓഫ് ദ ടൈം ടേക്കൺ ടു റൺ ദ പ്രോഗ്രാം ഓൺ എ സിംഗിൾ പ്രോസസ്സർ ടു ദ റേഷ്യോ ഓഫ് ദ ടൈം ടേക്കൺ ടു റൺ ദ പ്രോഗ്രാം ഓൺ പാരലൽ കമ്പ്യൂട്ടർ. ഓക്കെ, പാരലൽ കമ്പ്യൂട്ടർ വിത്ത് n പ്രോസസ്സേഴ്സ്. ആ n പ്രോസസ്സേഴ്സ് എന്ന് പറയുന്നത് ഐഡൻറ്റിക്കൽ പ്രോസസ്സേഴ്സ് ആയിരിക്കണം. ഓക്കെ, ഈ സിംഗിൾ പ്രോസസ്സറിൽ ഉപയോഗിച്ചിട്ടുള്ള അതേ പ്രോസസ്സേഴ്സ് തന്നെ ആയിരിക്കണം ഇവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ n പ്രോസസ്സേഴ്സ് എന്ന് പറയുന്നത് ഐഡൻറ്റിക്കൽ ആയിരിക്കണം, ഡിഫറെൻറ്റ് പ്രോസസ്സേഴ്സ് ആയിരിക്കരുത്, ഡിഫറെൻറ്റ് ആർക്കിടെക്ചർ ആയിരിക്കരുത്, എല്ലാം ഐഡൻറ്റിക്കലായിട്ടുള്ള പ്രോസസ്സേഴ്സ് ആയിരിക്കണം. അതാണ് സ്പീഡ് അപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, പാരലൽ റൺ ടൈം ആൻഡ് സ്പീഡ് അപ്പ്. ക്ലിയർ? അപ്പോൾ സ്പീഡ് അപ്പ് ഈസ് നത്തിങ് ബട്ട് ദ റേഷ്യോ ഓഫ് ദ ടൈം ടേക്കൺ ടു റൺ എ പ്രോഗ്രാം ഓൺ എ സിംഗിൾ പ്രോസസ്സർ ബൈ ദ ടൈം ടേക്കൺ to run the program in multiple processes. Okay, അതാണ് T(1) divided by T(n). This n stands for the number of processes. Okay, so this is the factor called SFN or speed up എന്ന് പറഞ്ഞ ഇതാണ്. Okay, now efficiency ഒരു പ്രോഗ്രാമിൻ്റെ എഫിഷ്യൻസി അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. എഫിഷ്യൻസി ഓഫ് എ പ്രോഗ്രാം ഓൺ n പ്രോസസ്സർ ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ദ സ്പീഡ് അപ്പ് അച്ചീവ്ഡ് ടു ദ നമ്പർ ഓഫ് പ്രോസസ്സർ യൂസ്ഡ്. അപ്പം എഫിഷ്യൻസി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച സ്പീഡ് അപ്പ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പ്രോസസ്സേഴ്സ് യൂസ്ഡ് ഇൻ ദാറ്റ് സിസ്റ്റം. അതാണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. ആ സിസ്റ്റത്തിൽ എത്ര പ്രോസസ്സർ യൂസ് ചെയ്തു എന്നുള്ള ആദ്യം എടുക്കണം നമ്മൾ. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ സ്പീഡ് അപ്പ് എടുക്കണം. ദാറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പ്രോസസ്സേഴ്സ് യൂസ്ഡ് ഇൻ ദ സിസ്റ്റം. ഓക്കെ, പിന്നെ നമുക്ക് ഈ രീതിയിൽ എഴുതാമല്ലോ. SFN എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം, T(1) ബൈ T(n) ആണ്, അല്ലേ? അപ്പോൾ നമുക്ക് ഈ ഫോർമുലയെ നമുക്ക് ഈ രീതിയിലും വേണമെങ്കിൽ എഴുതാം. T(1) ഡിവൈഡഡ് ബൈ n ഇൻറ്റു T(n). ക്ലിയർ? ഇതെങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ. SFN നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു, ദാറ്റ് ഈസ് T(1) ഡിവൈഡഡ് ബൈ T(n). അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇറ്റ് ബിക്കംസ് T(1) ബൈ n ഇൻറ്റു T(n). ക്ലിയർ? ഇതാണ് 3 പെർഫോമൻസ് ഇവാലുവേഷൻ മെട്രിക് എന്ന് പറയുന്ന സംഭവം. ഓക്കെ, ഏതൊക്കെയാണ്? റൺ ടൈം, സ്പീഡ് അപ്പ്, എഫിഷ്യൻസി, ഈ 3 കാര്യങ്ങൾ.
ഓക്കെ, അതിൽ ഈ സ്പീഡപ്പ് ഭയങ്കര വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമുക്കിനി അങ്ങോട്ട് വേണ്ടതാണ്. ഇപ്പോൾ സ്പീഡപ്പ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സർ കൊണ്ട് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ടൈം ഡിവൈഡഡ് ബൈ മൾട്ടിപ്പിൾ പ്രോസസ്സർ കൊണ്ട് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ടൈം, അതാണ് സ്പീഡപ്പ്. ഓക്കെ, എഫിഷ്യൻസി എന്ന് പറയുന്നത് ആ സ്പീഡപ്പ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പ്രോസസ്സേഴ്സ്. ക്ലിയർ? ഈ രണ്ട് ഫോർമുലാസ് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഇത് വെച്ചിട്ടാണ് നമ്മളിനി see the actual explanation of Amdahl's law. ഇത്രയും നേരം നമ്മൾ കണ്ട അതിൻ്റെ പെർഫോമൻസ് ഇവാലുവേഷൻ ഫാക്ടേഴ്സാണ് ആംഡാൽസ് ലോ ഡിറൈവ് ചെയ്യാനുള്ള കീവേഡ്സും കാര്യങ്ങളുമാണ് പഠിച്ചത്. ഇപ്പോൾ നമ്മൾ ആംഡാൽസ് ലോൻ്റെ യഥാർത്ഥ ഡെഫിനിഷനിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ ആംഡാൽസ് ലോ ഇറ്റ് ഈസ് യൂസ് ടു ഫൈൻഡ് ദ മാക്സിമം ഇംപ്രൂവ്മെൻറ്റ് പോസിബിൾ ബൈ ഇംപ്രൂവിങ് എ പർട്ടിക്കുലർ പാർട്ട് ഓഫ് എ സിസ്റ്റം. അതായത് നമ്മളെ സിസ്റ്റത്തിൽ ഒരു പർട്ടിക്കുലർ എൻഹാൻസ്മെൻറ്റ് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് പ്രോഗ്രാമിൽ എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താൻ പറ്റും എന്നുള്ളതാണ് ആംഡാൽസ് ലോയിൻ്റെ ബേസിക് തിങ് എന്ന് പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു സിംഗിൾ പ്രോസസ്സറിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാം മൾട്ടിപ്പിൾ പ്രോസസ്സറിലേക്ക് എടുക്കുമ്പോഴത്തേക്കും എന്ത് വ്യത്യാസമാണ് അതിന് വരുന്നത്, എന്ത് സ്പീഡിൽ എന്ത് വ്യത്യാസമാണ് വരുന്നത്, എത്ര ടൈം കൊണ്ട് നമുക്കത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് ആംഡാൽസ് ലോ തരുന്നത്. ഓക്കെ, അതാണ് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ് ടു ഫൈൻഡ് ദ മാക്സിമം ഇംപ്രൂവ്മെൻറ്റ് പോസിബിൾ ഇൻ എ പ്രോഗ്രാം ബൈ ഇംപ്രൂവിങ് ദ പർട്ടിക്കുലർ പാർട്ട് ഓഫ് ദ സിസ്റ്റം. ഓക്കെ, ആ പാർട്ട് ഓഫ് ദ സിസ്റ്റം എന്ന് പറയുന്നത് സിസ്റ്റത്തിലുണ്ടാകുന്ന നമ്മൾ ചെയ്യുന്ന എൻഹാൻസ്മെൻറ്റ്, അത് ചിലപ്പോൾ പ്രോസസ്സറിൻ്റെ ചിലപ്പോൾ മൾട്ടിപ്പിൾ പ്രോസസ്സറായിരിക്കും നമ്മൾ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ പാരലൽ ആർക്കിടെക്ചറിലായിരിക്കും വ്യത്യാസം വരുത്തുന്നത്. ഇവിടെ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന പ്രോസസ്സറിൻ്റെ കാര്യമാണ്. ഇപ്പോൾ നമ്മൾ സിംഗിൾ പ്രോസസ്സറിലായിരുന്ന സിസ്റ്റം ഓടിക്കൊണ്ടിരുന്ന പ്രോഗ്രാം നമ്മളൊരു 5 മൾട്ടി പ്രോസസ്സർ നമ്മൾ അതിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തു. ഓക്കെ, അപ്പോഴത്തേക്കും ആ പ്രോഗ്രാമിൽ എന്ത് വ്യത്യാസമാണ് വന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ വേറൊരു ഡെഫിനിഷൻ, ഇൻ പാരലൽ കമ്പ്യൂട്ടിംഗ് ആംഡാൽസ് ലോ ഈസ് മെയിൻലി യൂസ് ടു പ്രെഡിക്റ്റ് ദ തിയററ്റിക്കൽ മാക്സിമം സ്പീഡപ്സ് ഫോർ എ പ്രോഗ്രാം പ്രോസസ്സിംഗ് യൂസിങ് മൾട്ടിപ്പിൾ പ്രോസസ്സർ. അതായത് നമുക്ക് ആംഡാൽസ് ലോൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ് ടു പ്രെഡിക്റ്റ് ദ തിയററ്റിക്കൽ മാക്സിമം സ്പീഡപ്പ്. അതായത് സ്പീഡപ്പ് എന്ന് പറയുന്ന സംഭവം എത്ര സ്പീഡപ്പ് നമുക്കറിയാം, സ്പീഡപ്പ് നമുക്ക് എന്താണെന്നുള്ളത് നമ്മൾ ഇനിയിപ്പോൾ പഠിക്കും. ഓക്കെ, ഓൾറെഡി നേരത്തെ നമ്മൾ സ്പീഡപ്പ് എന്താണെന്ന് പറഞ്ഞു. ഓക്കെ, സ്പീഡപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഒരു പ്രോസസ്സർ കൊണ്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന ടൈം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പ്രോസസ്സർ കൊണ്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന ടൈം, TF1 ഡിവൈഡഡ് ബൈ TFN ഓൾറെഡി നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ സ്പീഡപ്പിൻ്റെ കമ്പ്യൂട്ടേഷനാണ് ശരിക്കും പറഞ്ഞാൽ ആംഡാൽസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം, ആംഡാൽസ് ലോ ഈസ് മെയിൻലി യൂസ് ടു പ്രെഡിക്റ്റ് ദ തിയററ്റിക്കൽ മാക്സിമം സ്പീഡപ്പ്. ടു പ്രെഡിക്റ്റ് തിയററ്റിക്കൽ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, പ്രെഡിക്റ്റ് ദ മാക്സിമം സ്പീഡപ്പ് ഫോർ എ പ്രോഗ്രാം പ്രോസസ്സിങ് യൂസിങ് മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സ്. ഇപ്പോൾ മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സ് കൊണ്ട് നമുക്ക് എത്ര സ്പീഡപ്പ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ആംഡാൽസ് ലോ കൊണ്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആംഡാൽസ് ലോ ഈസ് യൂസ് ടു പ്രെഡിക്റ്റ് ദ മാക്സിമം സ്പീഡപ്പ്. ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് സ്പീഡപ്പ് ഫോർ എ പ്രോഗ്രാം ദാറ്റ് ഈസ് എക്സിക്യൂട്ടഡ് ഇൻ എ മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സ്. ഓക്കെ, സിംഗിൾ പ്രോസസ്സറിൽ ഓടിക്കൊണ്ടിരുന്ന സാധനത്തിന് നമ്മൾ മൾട്ടിപ്പിൾ പ്രോസസ്സറിലോട്ട് ഇട്ടപ്പോഴത്തേക്കും അതിൻ്റെ സ്പീഡപ്പ് എങ്ങനെ വർദ്ധിച്ചു, അതിൻ്റെ സ്പീഡപ്പ് എന്താണ് എന്നുള്ളതാണ് ആ കാൽക്കുലേഷനാണ് ആംഡാൽസ് ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയാണ് നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ട കാര്യം. ആംഡാൽസ് ലോയുടെ ബേസിക് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. സിംഗിൾ പ്രോസസ്സറിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പ്രോഗ്രാം നമ്മൾ മൾട്ടിപ്പിൾ പ്രോസസ്സറിലേക്ക് കൊണ്ടുവന്നപ്പോഴത്തേക്കും നമുക്ക് എത്ര സ്പീഡപ്പ് നമുക്ക് അത് മാറി കിട്ടി എന്നുള്ളതാണ്. ഓക്കെ, എത്ര സ്പീഡപ്പ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് അതിൽ പറയുന്നത്. സ്പീഡപ്പ് എന്താണ്? സ്പീഡപ്പ് എന്ന് പറയുന്നത് ദ ടൈം ടേക്കൺ ഫോർ ദ പ്രോഗ്രാം ടു എക്സിക്യൂട്ട് ഇൻ എ സിംഗിൾ പ്രോസസ്സർ ഡിവൈഡഡ് ബൈ ദ ടൈം ടേക്കൺ ബൈ ദ പ്രോഗ്രാം ടു റൺ ഇൻ മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സ്. ഓക്കെ, അതാണ് നമ്മൾ നേരത്തെ കണ്ടത്. TF1 ഡിവൈഡഡ് ബൈ TFN, ഇതാണ് സ്പീഡപ്പ് എന്ന് പറയുന്നത്. ആണല്ലോ, സംശയമില്ലല്ലോ. അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ്, അതിൻ്റെ ഒരു തിയററ്റിക്കൽ കോൺസെപ്റ്റാണ് ഈ ആംഡാൽസ് ലോയിൽ പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കൊരു ഫോർമുലയുണ്ട്. ആ ഫോർമുല നമുക്ക് ഡിറൈവ് ചെയ്യണം. അതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് വൺ ഈസ് ആംഡാൽസ് ലോ യൂസസ് 2 factors ടു ഫൈൻഡ് ദ സ്പീഡപ്പ് ഫ്രം ദ സം എൻഹാൻസ്മെൻറ്റ്. അപ്പോൾ സ്പീഡപ്പ് കണ്ടുപിടിക്കാനുള്ള നമുക്ക് 2 ഫാക്ടേഴ്സ് ഉണ്ട്, മെയിനായിട്ടുള്ള 2 ഫാക്ടേഴ്സ് ഉണ്ട്. ഫ്രാക്ഷൻ എൻഹാൻസ്ഡും സ്പീഡപ്പ് എൻഹാൻസ്ഡും. ഇത് രണ്ടും എന്താണെന്നുള്ള മനസ്സിലാക്കിയാലേ നമുക്ക് ഇതിലേക്ക് കടക്കാൻ പറ്റത്തുള്ളൂ.
Okay, so what is fraction enhanced? What is speed up enhanced? Let us see what is fraction enhanced. Fraction enhanced എന്ന് പറയുന്നത് the fraction of the computation time in original computer that can be converted to take the advantage of the enhancement. അതായത് നമുക്കൊരു പ്രോഗ്രാമിൽ നമുക്ക് പെർഫോമൻസ് നമുക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന ചില പാർട്ടുകളിൽ മാത്രമേ നമുക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റൂ. നമുക്ക് മൊത്തത്തിൽ നമുക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എൻഹാൻസിങ് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പാർട്ട് മാത്രമേ കാണുള്ളൂ. ആ പാർട്ട് മാത്രമേ നമുക്കെടുത്ത് എൻഹാൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഈ ഫിഗർ നോക്കുക. ഓക്കെ, ഇതൊരു പ്രോഗ്രാം ടോട്ടലി എക്സിക്യൂട്ട് ചെയ്യാൻ 40 സെക്കൻഡ് എടുക്കും. ഓക്കെ, അതിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു, 30 സെക്കൻഡും 10 സെക്കൻഡും. അതിൽ ഈ 30 സെക്കൻഡ് എന്ന് പറയുന്നത് നമുക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റാത്ത ഏരിയയാണ്. കാരണം അത് ചിലപ്പോൾ അറൈസ് ഉണ്ടാവും. ഓക്കെ, ചിലപ്പം വേറെ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഫങ്ഷൻസ് ഉണ്ടാവും. അതൊന്നും നമുക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പാരലായിട്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പാരലായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഏതാണ്? ഈ 10 സെക്കൻഡുള്ള പാർട്ട് മാത്രമാണ് നമുക്ക് പാരലായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഫ്രാക്ഷൻ എൻഹാൻസ്ഡ് എന്ന് പറയുന്നത് നമുക്ക് ഈ പാരലായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ആ ടൈം, ആ ഒരു ഏരിയ ഡിവൈഡഡ് ബൈ അതിൻ്റെ ടോട്ടൽ എക്സിക്യൂഷൻ ടൈം. ഓക്കെ, അതാണ് ഫ്രാക്ഷൻ എൻഹാൻസ്ഡ് എന്ന് പറയുന്നത്. ക്ലിയർ? മനസ്സിലായല്ലോ? ഇപ്പോൾ ഫ്രാക്ഷൻ ഓഫ് ദ കമ്പ്യൂട്ടേഷൻ ടൈം ഇൻ ഒറിജിനൽ കമ്പ്യൂട്ടർ ദാറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ടു ടേക്ക് ദ അഡ്വാൻറ്റേജ് ഓഫ് എൻഹാൻസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടോട്ടൽ കമ്പ്യൂട്ടേഷൻ ടൈമിലെ ഏത് പാർട്ട്, ഒറിജിനൽ കമ്പ്യൂട്ടറിൽ ടോട്ടൽ കമ്പ്യൂട്ടേഷൻ ടൈം എടുക്കുന്ന ഏത് പാർട്ട് ആയിരിക്കണം നമുക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റുക, അതിനെ നമുക്ക് പാരലായിട്ട് കൊണ്ടുവരാൻ പറ്റുക. ഓക്കെ, പാരലൽ കമ്പ്യൂട്ടറിലിട്ട് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന, അതായത് എൻഹാൻസ് ചെയ്ത ആ സിസ്റ്റത്തിലേക്ക് നമുക്ക് ഇട്ട് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന ഏത് പാർട്ടാണ് എന്നുള്ളതാണ് ആ ഫ്രാക്ഷൻ എൻഹാൻസ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രാക്ഷൻ എൻഹാൻസ്ഡിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ 10 സെക്കൻഡിലെ പാർട്ട് മാത്രമേ പാരലായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അതായത് എൻഹാൻസ് ചെയ്ത സിസ്റ്റത്തിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഫ്രാക്ഷൻ എൻഹാൻസ്ഡ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ദ ടൈം ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ the enhancement divided by the total execution time. Okay, അപ്പോൾ എക്സാമ്പിൾ പറയുന്നത് if 10 seconds of the execution time of a program takes 40 seconds in total, ഇവിടെ 40 seconds ആണ് ടോട്ടലായിട്ട് എടുക്കുന്നത്. ഓക്കെ, ഇൻ ടോട്ടൽ ക്യാൻ യൂസ് ആൻ എൻഹാൻസ്മെൻറ്റ്. അപ്പോൾ ഈ 10 സെക്കൻഡിലുള്ള റൺ ചെയ്യുന്ന ആ പാർട്ട് മാത്രമേ നമുക്ക് എൻഹാൻസ്മെൻറ്റിലിട്ട് വർക്ക് ചെയ്യാൻ പറ്റൂ. എൻഹാൻസ്മെൻറ്റിലിട്ട് വർക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാരലൽ പ്രോസസ്സറിലിട്ട് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് ബ്രാക്കറ്റ് ചെയ്തേക്കുന്ന പാർട്ട് വിച്ച് ടേക്സ് 10 സെക്കൻഡ് ക്യാൻ ബി എൻഹാൻസ്ഡ്. ആ എൻഹാൻസ്മെൻറ്റിലിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നത് ആ 10 സെക്കൻഡിൽ ആ പാർട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഫ്രാക്ഷൻ എൻഹാൻസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10/40 ആണ്. ഓക്കെ, ദിസ് ഒബ്റ്റൈൻഡ് വാല്യൂ ഈസ് കോൾഡ് ഫ്രാക്ഷൻ എൻഹാൻസ്ഡ്. മനസ്സിലായില്ലേ? അതാണ് ഫ്രാക്ഷൻ എൻഹാൻസ്ഡ്. നെക്സ്റ്റ് ഈസ് സ്പീഡപ്പ് എൻഹാൻസ്ഡ്. ഇപ്പോൾ സ്പീഡപ്പ് എൻഹാൻസ്ഡ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഫ്രാക്ഷൻ എൻഹാൻസ്ഡ് കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ പാർട്ട് കൂടെ ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. എന്താണ് സ്പീഡപ്പ് എൻഹാൻസ്ഡ്? സ്പീഡപ്പ് എൻഹാൻസ്ഡ് എന്ന് പറഞ്ഞാൽ ദ ഇംപ്രൂവ്മെൻറ്റ് ഗെയിൻഡ് ബൈ ദ എൻഹാൻസ്ഡ് എക്സിക്യൂഷൻ മോഡ്. ദാറ്റ് ഈസ് ഹൗ മച്ച് ഫാസ്റ്റർ ദ ടാസ്ക് വുഡ് റൺ ഇഫ് ദ എൻഹാൻസ്ഡ് മോഡ് വെയർ യൂസ്ഡ് ഫോർ ദ എൻറ്റയർ പ്രോഗ്രാം. അതായത് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഈ ഫിഗർ നോക്കുക. ഇത് നമ്മൾ നേരത്തെ കണ്ടതാണല്ലോ, 40 സെക്കൻഡ് എടുത്ത് ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ. ഓക്കെ, അതിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു, 30ൻ്റെയും 10ൻ്റെയും. അത് ഈ 10 സെക്കൻഡിലെ പാർട്ട് മാത്രമേ നമുക്ക് എൻഹാൻസ്ഡ് മോഡിലിട്ട് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. എൻഹാൻസ്ഡ് മോഡിലിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ പാരലൽ പ്രോസസ്സറിലിട്ട് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ പാരലൽ പ്രോസസ്സറിലിട്ട് വർക്ക് ചെയ്തപ്പോഴത്തേക്കും ഈ 10 സെക്കൻഡ് എന്നുള്ളത് എത്രയായിട്ട് കുറഞ്ഞു? 3 സെക്കൻഡായിട്ട് കുറഞ്ഞു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സ്പീഡപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒറിജിനൽ സിസ്റ്റത്തിൽ വർക്ക് ചെയ്തപ്പോൾ എത്ര ടൈം എടുത്ത ആ പാർട്ട് ദാറ്റ് ഡിവൈഡഡ് ബൈ എൻഹാൻസ്ഡ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്തപ്പോഴത്തേക്ക് എത്ര ടൈം എടുത്തു, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. 10/3 ഈസ് ദ ആൻസർ. ഓക്കെ, അതാണ് സ്പീഡപ്പ് എൻഹാൻസ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദി ഇംപ്രൂവ്മെൻറ്റ് ഗെയിൻഡ് ബൈ ദ എൻഹാൻസ്ഡ് എക്സിക്യൂഷൻ മോഡ്, അതാണ് സ്പീഡപ്പ് എൻഹാൻസ്ഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ എൻഹാൻസ് ചെയ്ത സിസ്റ്റത്തിൽ വർക്ക് ചെയ്തപ്പോഴത്തേക്കും എത്ര ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടി എന്നുള്ളതിൻ്റെ കണക്കാണ്. ഓക്കെ, that is how much faster the task would run if the enhanced mode were used for the entire program.
അപ്പോൾ എത്ര ഫാസ്റ്ററായിട്ട് അത് റൺ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. എൻഹാൻസ്മെൻറ്റ് കൊടുക്കുമ്പോഴത്തേക്കും അത് എത്ര ഫാസ്റ്റർ വർക്ക് ചെയ്യുമെന്നുള്ളതിൻ്റെ കണക്കാണ് സംഭവം. ഓക്കെ, അപ്പോൾ ഇത് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ പാർട്ട് മാത്രമേ എടുക്കുള്ളൂ, ടോട്ടൽ പ്രോഗ്രാം എടുക്കില്ല. ആ എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന പാർട്ടിൽ അതിൽ നേരത്തെ എത്ര ടൈം എടുത്തു ഡിവൈഡഡ് ബൈ എൻഹാൻസ്മെൻറ്റ് അപ്ലൈ ചെയ്തപ്പോഴത്തേക്ക് എത്ര ടൈം എടുത്തു, അതാണ് സ്പീഡപ്പ് എൻഹാൻസ്ഡ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ വെറും സ്പീഡപ്പ് എൻഹാൻസ്ഡും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ഓക്കെ, നമുക്ക് ആ ടൈമിൽ ഏത് പാർട്ടിലാണ് നമുക്ക് എൻഹാൻസ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്, അത് 10 സെക്കൻഡാണ്. അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എത്ര സമയം ലാഭിച്ചു. ഓക്കെ, അതാണ് സംഭവം. അപ്പോൾ അത് ആദ്യത്തെ ഈ 10 ഡിവൈഡഡ് ബൈ ഈ 3 ആണ് നമ്മുടെ സ്പീഡപ്പ് എൻഹാൻസ്ഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുന്നുണ്ട്, ഇഫ് ദ എൻഹാൻസ്ഡ് മോഡ് ടേക്സ് 3 സെക്കൻഡ് ഫോർ ദ പോർഷൻ ഓഫ് ദ പ്രോഗ്രാം വൈ ഇറ്റ് ഈസ് 10 സെക്കൻഡ് ഇൻ ദ ഒറിജിനൽ മോഡ്. ഒറിജിനൽ മോഡിൽ 10 സെക്കൻഡ് ആയിരുന്നത് എൻഹാൻസ്ഡ് മോഡിൽ 3 സെക്കൻഡായി. അങ്ങനെയാണെങ്കിൽ സ്പീഡപ്പ് എന്ന് പറയുന്നത് ദ ഒറിജിനൽ ഡിവൈഡഡ് ബൈ ദ എൻഹാൻസ്ഡ് 10/3. അപ്പോൾ സ്പീഡപ്പ് എപ്പോഴും S' വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ക്ലിയർ? സോ ദിസ് ഈസ് കോൾഡ് സ്പീഡപ്പ് എൻഹാൻസ്ഡ്. അപ്പം നമുക്ക് 2 ഫാക്ടറുണ്ട്, ഫ്രാക്ഷൻ എൻഹാൻസ്ഡും സ്പീഡപ്പ് എൻഹാൻസ്ഡും. ഇപ്പോൾ ഫ്രാക്ഷൻ എൻഹാൻസ്ഡ് ഏതാണ്? നമുക്കൊരു പ്രോഗ്രാമിൽ ഏത് പാർട്ടിലാണ് നമുക്ക് എൻഹാൻസ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്, അതാണ് ഫ്രാക്ഷൻ എൻഹാൻസ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഈ 40 സെക്കൻഡിലുള്ള പ്രോഗ്രാമിൽ നമുക്ക് 10 സെക്കൻഡിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, എൻഹാൻസ്മെൻറ്റ് ചെയ്യാൻ പറ്റൂ. എൻഹാൻസ്മെൻറ്റ് മോഡിലിട്ട് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, അതായത് പാരലൽ പ്രോസസ്സറിലിട്ട് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ദാറ്റ് ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ എക്സിക്യൂഷൻ ടൈം ആണ് ഫ്രാക്ഷൻ എൻഹാൻസ്ഡ്. സ്പീഡപ്പ് എൻഹാൻസ്ഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഏത് മോഡിലിട്ടാണ് നമുക്ക് ആ പാർട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നത്, അത് വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എത്ര ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടി. ഓക്കെ, അപ്പോൾ ഏത് പാർട്ട് വെച്ചിട്ടാണ് അത് വർക്ക് ചെയ്യാൻ പറ്റുന്നത്, ദാറ്റ് ഡിവൈഡഡ് ബൈ അത് ചെയ്തപ്പോഴത്തേക്ക് എത്ര ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടി, അത് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് സ്പീഡപ്പ് എൻഹാൻസ്ഡ് കിട്ടുന്നത്. ഓക്കെ, ഈ ഫിഗർ നിങ്ങൾ ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഈ ഫിഗർ വെച്ച് നിങ്ങൾക്ക് എളുപ്പത്തിൽ അത് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, ഇതാണ് സ്പീഡപ്പ് എൻഹാൻസ്ഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഇനി നമുക്ക് ആംഡാൽസ് ലോവിൻ്റെ ശരിക്കുള്ള ഫോർമുലയിലേക്ക് പോകാം. അപ്പോൾ ഓവറോൾ സ്പീഡപ്പാണ്, സ്പീഡപ്പ് ടൈം എന്ന് പറയുന്നത് ഓൾഡ് എക്സിക്യൂഷൻ ടൈം ഡിവൈഡഡ് ബൈ ന്യൂ എക്സിക്യൂഷൻ ടൈം. ഓക്കെ, ആദ്യം എൻഹാൻസ്മെൻറ്റ് മുമ്പ് ഇത് ഓവറോൾ സ്പീഡപ്പ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിൻ്റെ മൊത്തത്തിലുള്ള സ്പീഡപ്പാണ്. ഇവിടെ നമ്മൾ സ്പീഡപ്പ് ഏതാണ്, സ്പീഡപ്പ് എൻഹാൻസ്ഡ് എന്ന് അതിൻ്റെ ഒരു പാർട്ട് മാത്രമാണ് പറയുന്നത്. ഇതിപ്പോൾ ടോട്ടൽ എൻഹാൻസ്മെൻറ്റ് സ്പീഡപ്പ് എത്ര വന്നു എന്നുള്ളതാണ്. ബട്ട് ഓവറോൾ സ്പീഡപ്പ് ടൈം എന്ന് പറയുന്നത് പഴയ എക്സിക്യൂഷൻ ടൈം എത്ര, ദാറ്റ് ഡിവൈഡഡ് ബൈ പുതിയ പാരലൽ പ്രോസസ്സറിൽ ഇട്ടപ്പോഴത്തേക്ക് അതിൻ്റെ എക്സിക്യൂഷൻ ടൈം എങ്ങനെ മാറി എന്നുള്ളതാണ്. ഓൾഡ് എക്സിക്യൂഷൻ ടൈം ഡിവൈഡഡ് ബൈ ന്യൂ എക്സിക്യൂഷൻ ടൈം. ക്ലിയർ? ഇതിനെ നമുക്ക് ഈ രീതിയിലേക്ക് മാറ്റാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/1 - ഫ്രാക്ഷൻ എൻഹാൻസ്ഡ് പ്ലസ് ഫ്രാക്ഷൻ എൻഹാൻസ്ഡ് ബൈ സ്പീഡപ്പ് എൻഹാൻസ്ഡ്. ദിസ് ഈസ് ദ ഫോർമുല ഓഫ് നമ്മുടെ ഓവറോൾ സ്പീഡപ്പിൻ്റെ ഫോർമുല ഇതാണ്. ഇത് ബോക്സ് ചെയ്ത് പഠിച്ചോളണം. ക്ലിയർ? 1/1 - ഫ്രാക്ഷൻ എൻഹാൻസ്ഡ് പ്ലസ് ഫ്രാക്ഷൻ എൻഹാൻസ്ഡ് ബൈ സ്പീഡപ്പ് എൻഹാൻസ്ഡ്. ദിസ് ഈസ് ദ ഫോർമുല ഓഫ് ദ ഓവറോൾ സ്പീഡപ്പ്. ഇതാണ് ആംഡാൽസ് ലോ എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി നമുക്ക് ഈ ആംഡാൽസ് ലോയിൽ ഈ ഫോർമുല നമുക്ക് ഡിറൈവ് ചെയ്യാൻ പഠിക്കണം. അതാണ് നമുക്ക് ഇനി അടുത്തതുള്ളത്. പിന്നെ കുറച്ച് നമുക്ക് പ്രോബ്ലംസും ഡിസ്കസ് ചെയ്യണം. ഓക്കെ, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ക്ലിയർ? താങ്ക് യു.